പ്രിയമുള്ളവരെ, എന്ത് പറയണമെന്ന് സത്യത്തിൽ അറിഞ്ഞൂടാ. കാരണം ആദ്യം വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ അമ്മ, പെങ്ങന്മാരെ, ഗുരുജനങ്ങളെ, മാതാപിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട ചങ്ക് ബ്രോസ് ആൻഡ് ഗേൾസ്, ഞാൻ സത്യം പറഞ്ഞാൽ കോട്ടയത്ത് എൻ്റെ പുതിയ പടത്തിൻ്റെ ശുക്രൻ എന്ന് പറയുന്ന പടത്തിൻ്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. കോട്ടയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എരുമേലിയിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഓടിപ്പിടിച്ച് വന്നതാണ് ഇങ്ങോട്ട് വരാനുള്ള രണ്ടുണ്ട് കാരണം. ഒന്ന്, എന്നെ വിളിച്ച രാജേഷ് ഏട്ടൻ. ഈ രാജേഷ് ഏട്ടൻ മാത്രമല്ല, പാലക്കാടുകാരെല്ലാവരും വിളിക്കുമല്ലോ സ്നേഹത്തോടെ. രാജേഷ് ഏട്ടൻ എന്നെക്കാളും മൂത്താണ്, എന്നാൽ പോലും വിപിനേട്ടാ എന്ന് വിളിക്കില്ലേ. ആ ഏട്ടാന്ന് വിളിച്ചാൽ വരാതിരിക്കാൻ പറ്റുമോ രാജേട്ടാ? അത്ര സ്നേഹത്തോടെയാണ് എപ്പോഴും പാലക്കാടുകാർ എന്നെ ഇങ്ങോട്ട് വിളിക്കാറുള്ളത്. പാലക്കാട്ടേക്കിട്ട് പോകാൻ രണ്ടുണ്ട് കാര്യം. ഉണ്ണിയപ്പം തിന്താൽ രണ്ടുണ്ടെന്ന് പറയുന്ന പോലെ രണ്ടുണ്ട് കാര്യം. ഒന്ന്, നല്ല മനുഷ്യരെ കാണാം. രണ്ട്, നല്ല ദോശയും ചമ്മന്തിയും കഴിക്കാം. ആ ഒരൊറ്റ ഇതിലാണ് ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് വരുന്നത്. പാലക്കാട് എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നാടാവുന്നതിന് എനിക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. ഈ സ്കൂളും അതിനൊരു കാരണമാണ്. കാരണം എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, പ്രിയപ്പെട്ട രാജേഷേട്ടനും എന്നോട് ഇദ്ദേഹവും പറഞ്ഞു, ഈ സ്കൂള് ഇതിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് പാലക്കാട് ഇന്ദ്രപ്രസ്ഥ ഹോട്ടലിൻ്റെയും അല്ലേ ഏട്ടാ, ഇതിൻ്റെ പേരെന്തായിരുന്നു? ധനേഷ് അല്ലേ? ധനേഷ് ആണ്. ഈ ഇന്ദ്രപ്രസ്ഥ ഹോട്ടലിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു സിനിമയുടെ ഓഡീഷന് പ്രിയപ്പെട്ട ഇഹലോകവാസം കഴിഞ്ഞ ഞങ്ങളുടെയൊക്കെ ഗുരുനാഥൻ എന്ന് ഞാൻ സ്വയം വിശേഷിപ്പിക്കുന്ന ലോഹിതദാസ് സാറിനെ കാണാൻ ഞാൻ ആദ്യമായിട്ട് എത്തുന്നത്. ആ ഹോട്ടലിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്കൂളിലാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പിന്നെ പാലക്കാടുകാരായിട്ടുള്ള ബന്ധം ഒരിക്കലും പറഞ്ഞാൽ തീരത്തില്ല. കാരണം ഷാജു ശ്രീധർ, ജെയ്സേട്ടൻ, രാജേഷ് പാലക്കാട്, അതേപോലെ എൻ്റെ കൂടെ 150 പടത്തിൽ എന്നെക്കാളും കൂടുതൽ വർക്ക് ചെയ്ത ആളൊക്കെ ഉണ്ട്. വിനേഷ് വള്ളിയോട്, സുൽഫിക്കർ, പിന്നെ ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട വാസുടൻ പൂക്കട, പിന്നെ ഇവിടെയുള്ള കല്യാൺ സുരേഷ് ഏട്ടൻ, അങ്ങനെ പറഞ്ഞാൽ തീരാത്ത അത്രയും ബന്ധം എനിക്ക് പാലക്കാട്ടുകളുണ്ട്. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. പിന്നെ ഞാനിവിടെ വന്ന് ഇറങ്ങിയ അപ്പോൾ നിങ്ങൾ തന്ന കയ്യടി സ്നേഹവും മതി ഇവിടെ നിൽക്കാൻ. ഇവിടെ ഒരു അധ്യാപന അല്ലെങ്കിൽ ഒരു സ്കൂളിൽ എപ്പോഴും വരുമ്പോൾ എന്ത് സംസാരിക്കണമെന്ന് എനിക്ക് എപ്പോഴും വലിയ കൺഫ്യൂഷനാണ്. എന്ത് സംസാരിക്കണം എന്നൊരു പിടുത്തം കിട്ടാറില്ല. കാരണം ഇവിടെ ഇന്ന് ഒരു വാർഷികത്തിന് കുട്ടികളുടെ പരിപാടി കാണാൻ വന്ന നിങ്ങളുടെ മുമ്പിൽ എന്ത് പറയണം എന്നുള്ളതാണ്. ഇവിടെ എന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഇവിടെ പറഞ്ഞു, അമരപ്പുറം ധോണി, കട്ടപ്പന ഋത്തിക് റോഷൻ, യമണ്ടൻ പ്രേമകഥ, വെടിക്കെട്ട്, ഈ സിനിമകളിലൂടെയൊക്കെ നിങ്ങൾക്ക് അറിയാം. ബമ്പർ ചിരിയിലൂടെ അറിയാം. ഏഷ്യനെറ്റിൽ പണ്ട് സംപ്രേഷണം ചെയ്തിരുന്ന ബഡായി ബംഗ്ലാവ് എന്നൊരു പരിപാടിയില്ലേ, ആ പരിപാടി എഴുതിയിരുന്ന ഞാനാണ്. ഇതൊക്കെ കുറച്ച് പേർക്ക് നിങ്ങൾക്ക് അറിയാം. പക്ഷേ ഞാൻ ഇവിടുത്തെ പ്രിൻസിപ്പൽ സാറിനോടടക്കം ഒരു കാര്യം പറയണം. സാറെ കേൾക്കണ്ട, സാർ ഒന്ന് ശ്രദ്ധിക്കണം പ്ലീസ്, എന്നെ ഒന്ന് ശ്രദ്ധിക്കണം സാറിനോട്. സാറ് ശ്രദ്ധിക്കുന്നേ ഇല്ല. സാറേ, സിനിമാ നടനാക്കണമെന്ന് അറിയാം, പക്ഷേ ഞാൻ എൻ്റെ ഈ പറയുന്ന സിനിമാ ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു അധ്യാപകനായിരുന്നു. എറണാകുളം ഗേൾസ് സ്കൂളിൽ ഹിന്ദിയിൽ ഞാൻ 2 കൊല്ലം അധ്യാപകനായിട്ട് വർക്ക് ചെയ്തിരുന്നു. ഇത് പറയാനാണ് സാറിനെ വിളിച്ചത്. കണ്ട ലുക്കില്ലെന്നുള്ള അധ്യാപകനാണ്. അപ്പോൾ പക്ഷേ അന്നൊക്കെ ഈ പഠിപ്പിച്ചിരുന്ന കാലഘട്ടത്തിൽ എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം എനിക്ക് നടനാവണമെന്നായിരുന്നു. എൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ ജീവിച്ചത്. അതിനുവേണ്ടിയാണ് ഞാൻ കഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എപ്പോഴും സ്കൂളിലെ മാതാപിതാക്കളോടും ടീച്ചേഴ്സിനോടും അല്ലെങ്കിൽ കുട്ടികളോടും എനിക്ക് ആകെ പറയാനുള്ള ഒരു കാര്യം, അതായത് വിൽഡൂറൻ്റ് പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മളുടെ അറിവില്ലായ്മയുടെ പടിപടിയായിട്ടുള്ള തിരിച്ചറിവാണ് വിദ്യാഭ്യാസം എന്നുള്ളത്. നമ്മളുടെ അറിവില്ലായ്മയുടെ പടിപടിയായിട്ടുള്ള തിരിച്ചറിവാണ് വിദ്യാഭ്യാസം. കുറെ ആളുകൾ ചേർന്ന് കരിക്കുലം എഴുതി അത് കാണാപ്പാഠം പഠിച്ച് പരീക്ഷ എഴുതി ജയിക്കൽ മാത്രമല്ല വിദ്യാഭ്യാസം. അടുത്തിരിക്കുന്ന കുട്ടിയുടെ കണ്ണീര് കാണുന്നതാണ് വിദ്യാഭ്യാസം. അവൻ്റെ വിശപ്പറിയുന്നതാണ് വിദ്യാഭ്യാസം.